അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. തുടർന്ന് പറയുന്നു, കാരണം ക്രിസ്തുവേശുവിൽ ജീവൻ നൽകുന്ന ആത്മാവിന്റെ നിയമം നിങ്ങളെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആദ്യത്തെ ആ വാചകം, ശിക്ഷാവിധിയില്ല, എന്തൊരു പ്രഖ്യാപനമാണത്! അതായത് ദൈവം നമ്മളെ ഇനി കുറ്റക്കാരായി കാണുന്നില്ല. അത് തന്നെ. നമ്മുടെ കഴിഞ്ഞകാല തെറ്റുകൾ, പോലായ്മകൾ, അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ചിന്തിക്കുന്ന പോലെ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നലുകൾക്കൊന്നും നമ്മളെ കുറ്റം വിധിക്കാൻ ഇനിയൊരധികാരവുമില്ല. ശരിയാണ്. കാരണം ക്രിസ്തുവേശുവിലായിരിക്കുന്നവർക്ക് അതാണ് വ്യവസ്ഥ. അതെ, എന്തുകൊണ്ടാണ് ഈ ശിക്ഷാവിധി ഇല്ലാത്തത്? 2-ാം വാക്യം അതാണ് പറയുന്നത്. ക്രിസ്തുവേശുവിൽ ജീവൻ നൽകുന്നൊരു പുതിയ നിയമം വന്നിരിക്കുന്നു, ആത്മാവിന്റെ നിയമം. അപ്പോൾ ഇത് പഴയ നിയമം പോലെ അല്ല. പഴയ നിയമം നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു, അല്ലേ? പക്ഷെ അതിനൊരു പരിഹാരം തന്നില്ല. അത് പറഞ്ഞു, ഇതാണ് പാപം, ഇതിന്റെ ഫലം മരണമാണ്. പക്ഷേ ഈ ആത്മാവിന്റെ നിയമം അങ്ങനെയല്ല. ഇത് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ തരുന്നു, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറുതെ ശിക്ഷ കിട്ടില്ല എന്നൊരു ഉറപ്പ് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് തന്നെ ഒരു വിടുതലാണ്. കൃത്യം. അതായത് പാപം നമ്മളെ ഭരിക്കേണ്ട ആവശ്യമില്ല ഇനി. കാരണം ജീവൻ നൽകുന്ന ആത്മാവ് നമ്മളിലുണ്ട്. മരണം വാണിരുന്നിടത്ത് ഇപ്പോൾ ജീവനാണ്. യേശു വില നൽകിയെന്ന് മാത്രമല്ല, അവിടുന്ന് തന്നെ ആ വിലയായി മാറി. അതെ, നമുക്ക് കിട്ടേണ്ട ദൈവകോപം യേശു അങ്ങേറ്റെടുത്തു.